അത് കാഴ്ചയിലും ആവാന്ന് വന്നു. അവിടുന്ന് പോയി ടെലഫോൺ ദുബായിൽ നിന്ന്, അബുദാബിയിൽ നിന്ന്, അല്ലൈനിൽ നിന്ന്, ഷാർജയിൽ നിന്ന് അങ്ങോട്ട് ചെയ്യാമെന്ന് വന്നു കേരളത്തിലേക്ക്. ഇപ്പം കണ്ട് സംസാരിക്കാമെന്ന് വന്നു, ടെലിഫോണിൽ ആളെ കണ്ട് സംസാരിക്കാമെന്ന് വന്നു. ഡിസ്ക് എന്ന പ്രയോഗം ഉണ്ടായി. എല്ലാം കൂടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു കൊച്ചു സാധനത്തിനാണ് ഡിസ്ക്. ലൗഹുൽ മഹ്ഫൂദ് എന്ന വാക്കിനെ ശരിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ലൗഹ് ഡിസ്കാണ്. മഹ്ഫൂദ് കമ്പാക്ട്, സൂക്ഷിക്കപ്പെട്ട സംക്ഷിപ്തമായ ഡിസ്ക് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയും വിശ്വസിക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ശങ്ക ഉണ്ടോ? എവിടെയൊക്കെ എത്തുന്ന മനുഷ്യൻ? ശൂന്യാകാശത്തിലെത്തി. ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കണം. ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കണ്ടുപിടുത്തം നടത്താനല്ല, അതും ഊറ്റി കുടിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കാനാണ്. ഭൂമി ഊറ്റിക്കുടിച്ച് ഇവിടെ ഇനി ഒന്നുമില്ല, വെള്ളമില്ലാതായി, ഒക്കെ നശിപ്പിച്ചു, ഭൂമി ഒരു കോലത്തിലാക്കി. ചൊവ്വയും കൂടി ചവച്ച് തുപ്പാൻ പറ്റുമോ നോക്കുകയാണ് മനുഷ്യന്റെ ആർത്തി. അറ്റമില്ലാത്ത അലച്ച, ആ അലച്ചയാണ് ഈ ആപത്ത് മുഴുവൻ വിതച്ചത്. ഖുർആൻ പറയുന്നുണ്ട്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നവർഗമേ, മനുഷ്യവർഗമേ, ആകാശഭൂമികളുടെ അതിർത്തികൾ ഭേദിച്ച് ഓടാൻ കഴിയുമെങ്കിൽ ഓടി നോക്കൂ. വലിയ ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്, ജിന്നുകളെ, മനുഷ്യരെ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. മനുഷ്യന്റെ അവസ്ഥാവിശേഷമാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാധാന്യവും ഇന്നത്തെ ലോക ചുറ്റുപാടിൽ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അവസ്ഥയും ഒന്ന് ചിന്തിക്കാൻ ഈ ബഹുമാനപ്പെട്ട സദസ്സിനോട് ആവശ്യപ്പെടുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു? ചിന്തിക്കുന്നവർക്കും ദീൻ ഉൾക്കൊണ്ടുന്നവർക്കും ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിലെ സംഭവ വികാസങ്ങൾ. ബൈത്തുൽ മുഖദ്ദസ് ലോകത്തിലെ 3 മസ്ജിദുകളിൽപ്പെട്ട ഒരു മസ്ജിദാണ്. വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് നിയ്യത്ത് വെച്ചിട്ട് യാത്ര പുറപ്പെടാൻ പുണ്യനബി അനുവാദം നൽകിയത് 3 മസ്ജിദുകൾ. വാഹനം കെട്ടിയിട്ടൊരാൾ യാത്ര പുറപ്പെടാൻ 3 മസ്ജിദുകളിലേക്ക് അനുവാദമുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദി ഹാദാ, എന്റെ മസ്ജിദ്, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ. അംബിയാ മുർസലീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്, അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്, മിഅ്റാജിന് തുടക്കം കുറിച്ച മണ്ണ്. അവിടെന്നാണ് പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ചെരുപ്പിന്റെ ഉയർച്ച ആരംഭിക്കുന്നത്. അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പാദരക്ഷകളുടെ ആരോഹണം അവിടുന്ന് ആരംഭിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട്. ലൈല് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽപ്പെട്ട ഒരു വ്യാഖ്യാനം രാത്രിയുടെ ഒരംശം എന്നാണ്, വെറും രാത്രി എന്നല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല, രാത്രിയുടെ ഒരംശം കൊണ്ട് തൻ്റെ ദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവന്ന നാഥനത്ര പരിശുദ്ധൻ. വൻ പുണ്യനബി അരുളുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒരു വലിയ ദജ്ജാലിന്റെ ആഗമനത്തിന് മുമ്പുള്ള കൊച്ചു സംഭവങ്ങളായിട്ടേ ഒരു മുഅ്മിന് എടുക്കാൻ സാധിക്കും. ഒരു വലിയ ദജ്ജാലിന്റെ ആഗമനം അത് യാഥാർത്ഥ്യമായത് കൊണ്ടല്ലേ ലോകത്തിലെ കോടാനുകോടി അത്തഹിയാത്തിന്റെ അവസ്ഥ